ഹലോ, ഇന്ന് നമുക്ക് ചുമന്ന മീനിൻ്റെ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചെങ്കലവ, ചുമപ്പങ്കവര എന്നൊക്കെയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ഇതിന് പറയുന്നത്. അതിനാദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും കടുവും ഇട്ട് കൊടുത്ത് പൊട്ടുമ്പോൾ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് കീറിയിട്ടതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ആയതാണ്. അപ്പോൾ ഏരിയ അതനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമുക്ക് ചെറു തീയിൽ വേണം നമ്മളത് മൊരിയിച്ചെടുക്കാനുള്ളത്. ആ മസാലപ്പൊടിയെല്ലാം ചെറു തീയിൽ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചത്, നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ചെറു തീയിൽ തന്നെ കിടന്നിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം ചേർത്ത് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്ര വേണോ അതനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചുവന്ന മീനിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക് യു.